ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ KP ഫാബിയൻ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. നമസ്കാരം സർ. നിലവിൽ ഇപ്പോൾ വെടിനിർത്തലിൻ്റെ സമയമൊക്കെ അവസാനിക്കാറായിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ വീണ്ടും വെടിനിർത്തൽ നീട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ്. നമ്മൾ ഈ പ്രഖ്യാപനത്തെ ഏത് രീതിയിൽ വേണം കാണാൻ? പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നീട്ടിയിരിക്കുന്നു. അത് ഇറാൻ ഒരു പുതിയ പ്രപ്പോസല് സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ ചർച്ചകൾ നടക്കട്ടെ, അത് തീരുന്നത് വരെ നീട്ടിയിരിക്കുന്നു. ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള നീട്ടി വെച്ചിട്ടില്ല. അതൊന്ന്. രണ്ടാമത്, ബ്ലോക്കേഡ് നിലനിന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം സീസ് ഫയർ എന്ന് പറഞ്ഞാൽ യുദ്ധം സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ബ്ലോക്കേഡ് ഒരു ആക്ട് ഓഫ് വാറാണ്. അതുകൊണ്ട് ട്രംപ് സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പറഞ്ഞെങ്കിലും ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്തു വന്നുകൊണ്ട് അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ചോദിക്കാനുള്ളത് ഇറാൻ കൂടിയാലോചനയ്ക്ക് വരുമോ ഇല്ലേ എന്നുള്ളതാണ്. നമുക്കറിയില്ല, പക്ഷേ ഇറാൻ വന്നേക്കും. പക്ഷേ പ്രശ്നമുള്ളത് ഇതാണ്, ട്രംപിന്റെ മനസ്സിൽ കൂടിയാലോചന എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം സറണ്ടറാണ്. അതായത് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അവർക്കൊരു ബേസ് ഡീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതവർ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാലോചന ഉണ്ടായാൽ തന്നെയും അത് എന്ത് ആണ് നമ്മൾ നേടാൻ പോകുന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപിന് ഇത് ഒരു കൂടിയാലോചനയോട് കൂടിയോ അല്ലാതെയോ ഒരു സെറ്റിൽമെന്റിന്റെ ആവശ്യമുണ്ട്. കാരണം 60 ദിവസത്തിൽ കൂടുതൽ അമേരിക്കൻ സൈന്യത്തെ വിദേശത്തേക്ക് മിലിറ്ററി ഓപ്പറേഷൻസ് അയക്കാൻ പാടില്ല, കോൺഗ്രസിന്റെ സമ്മതം കൂടാണ്ട്. അപ്പോ ഇനിയൊരു 8 ദിവസത്തിലുള്ളൂ കോൺഗ്രസിന്റെ സമ്മതത്തിന് വേണ്ടി ട്രംപ് പോകേണ്ടി വരും. അപ്പോൾ റിപ്പബ്ലിക്കൻസിന് ഒരു ചെറിയ ഭൂരിപക്ഷം ഉണ്ട് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സില്. പക്ഷേ ഈ അടുത്ത ദിവസം ട്രംപിന് വാർ പവേഴ്സ് റെസൊല്യൂഷന്റെ പേരിൽ ഈ യുദ്ധത്തിനെ പറ്റി അദ്ദേഹത്തെ പറ്റി ചോദിക്കാൻ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ, റെസൊല്യൂഷൻ ഉണ്ടായപ്പോൾ അത് തോറ്റത് 214, 213. അതിന്റെ അർത്ഥം വളരെ നേരിയ ഇതിലാണ് ട്രംപ് രക്ഷപ്പെട്ടത്. അപ്പോ ഒരു ഡെമോക്രാറ്റ് ഈ ഡെമോക്രാറ്റിന്റെ റെസൊല്യൂഷൻ ആയിരുന്നു എതിരായിട്ട് വോട്ട് ചെയ്തു, ഒരു റിപ്പബ്ലിക്കൻ അതിന് വേണ്ടി വോട്ട് ചെയ്തു. അപ്പൊ ഇത് വളരെ തിന്നാണ്. ഓഫ്കോഴ്സ് പറയാൻ സാധിക്കും, അവർ പാസ്സാക്കിയാലും ട്രംപിന് അത് എന്താ പറയുക വീറ്റോ ചെയ്യാമെന്ന്. പക്ഷെ ട്രംപിന്റെ പൊളിറ്റിക്കൽ കോഴ്സ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു സെറ്റിൽമെന്റ് വേണം. പക്ഷേ ഒരു ഭാഗത്ത് ട്രംപിന്റെ മനസ്സിൽ ഒരു ഭാഗത്ത് എപ്പോഴും നെതന്യാഹുവിനെ പ്രീതിപ്പെടുത്തുക, നെതന്യാഹുവിനെ ഒബ്ലൈജ് ചെയ്യുക. അപ്പൊ 2 ട്രംപ് ഉണ്ട്. ഒരു ട്രംപ് സെറ്റിൽമെന്റ് ആഗ്രഹിക്കുന്നു, മറ്റേ ട്രംപ് നെതന്യാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഏത് ട്രംപാണ് ജയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരി, വളരെ നന്ദി സർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.